ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനെതിരെ ആഞ്ഞടിച്ച് സുപ്രീം കോടതി. സിഖ് സൈനികരുടെ ഒരു സ്ക്വാഡ്രനെ നയിച്ചിരുന്ന ലെഫ്റ്റനന്റിനെതിരെയാണ് മതേതരമായ ഇന്ത്യൻ സൈന്യത്തിന് യോജിച്ചവനല്ല നിങ്ങൾ എന്ന് സുപ്രീം കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഒരു റെജിമെന്റൽ ചടങ്ങിനിടെ സിഖ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിന് സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ട നടപടി ദില്ലി കോടതി ശരിവെച്ചതിനെ തുടർന്ന് ലഫ്റ്റനന്റ് സാമുവൽ കമലേഷൻ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയാണ് ദില്ലി കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് സാമുവൽ കമലേഷനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സൈന്യം ഒരു മതേതര സ്ഥാപനമാണെന്നും അതിന്റെ അച്ചടക്കം വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ലഫ്റ്റനന്റിനെ പിരിച്ചുവിട്ട നടപടി ശരിവെച്ചുകൊണ്ട് പുറപ്പെടുവിച്ച വിധിയിൽ ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തി ഏറ്റവും കടുത്ത അച്ചടക്കരാഹിത്യം ആണെന്നും അദ്ദേഹം സൈന്യത്തിന്റെ ഭാഗമാകാൻ തീർത്തും യോഗ്യതയില്ലാത്ത ആളാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. നവംബർ 25-നാണ് കേസിൽ സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചാണ് സേനാ അച്ചടക്കത്തിന്റെ പ്രാധാന്യം അടിവരയിട്ട് ഉറപ്പിക്കുന്ന വിധി പുറപ്പെടുവിച്ചത്. ലഫ്റ്റനന്റ് സാമുവൽ കമലേഷൻ യൂണിറ്റിനൊപ്പം ഗുരുദ്വാരയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിനെ സുപ്രീം കോടതി ശക്തമായി ചോദ്യം ചെയ്തു. ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും കടുത്ത അച്ചടക്കമില്ലായ്മയാണിത്. ഇത്തരത്തിലുള്ള വഴക്കാളിയായിട്ടുള്ള ഒരാൾക്ക് അച്ചടക്കമുള്ള സേനയിൽ നിന്ന് എന്ത് സ്ഥാനമാണുള്ളതെന്ന് കോടതി ചോദിച്ചു. ഉദ്യോഗസ്ഥൻ ഈ പ്രവൃത്തിയിലൂടെ സ്വന്തം സൈനികരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നേതാക്കൾ മാതൃക കാണിച്ചാണ് നയിക്കേണ്ടത് എന്നും യൂണിഫോമിൽ ആയിരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്നും ബെഞ്ച് ഓർമ്മിപ്പിച്ചു. ഗുരുദ്വാരയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നത് വിശ്വാസപരമായ തെറ്റല്ല എന്ന് അദ്ദേഹത്തിന്റെ പാസ്റ്റർ പോലും ഉപദേശിച്ചിട്ടും സ്വന്തം ധാരണയിൽ അദ്ദേഹം ഉറച്ചു നിന്നത് ഗുരുതരമായ വീഴ്ചയാണെന്നും കോടതി നിരീക്ഷിച്ചു. 2017 മുതൽ സേവനത്തിലുള്ള ലഫ്റ്റനന്റ് സാമുവൽ കമലേഷൻ റെജിമെന്റൽ ചടങ്ങിനിടെ തന്റെ ക്രിസ്ത്യൻ വിശ്വാസം അനുവദിക്കാത്തതിനാൽ ശ്രീകോവിലിൽ ഗുരുദ്വാരയ്ക്കുള്ളിൽ പ്രവേശിക്കില്ല എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇത് നിയമപരമായിട്ടുള്ള കമാൻഡിനോടുള്ള അനുസരണക്കേടായി സൈന്യം കണക്കാക്കി. യൂണിറ്റിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിൽ, കെട്ടുറപ്പിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനെ തുടർന്ന് 2021 അദ്ദേഹത്തെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഇല്ലാതെ പിരിച്ചുവിട്ടിരുന്നു. കമലേഷൻ 100 കാര്യങ്ങളിൽ മികച്ചവനായിരിക്കാമെങ്കിലും ഇന്ത്യൻ ആർമിയുടെ മതേതര അച്ചടക്കം ലംഘിക്കപ്പെട്ടാൽ അത് അംഗീകരിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഒരു സാധാരണ മതപരമായ ചടങ്ങ് നിരസിച്ചത് സൈനികർക്കിടയിലെ സൗഹൃദവും സഹവർത്തിത്വവും വളർത്താനുള്ള ഉത്തരവുകൾക്ക് എതിരാണെന്നും സുപ്രീം കോടതി അന്തിമ വിധിയിൽ നിരീക്ഷിച്ചു. അനുസരണക്കേടിന് സൈന്യത്തിൽ ഒരിടവുമില്ലെന്ന് വിധിയിൽ കർശനമായി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.